നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് വിഷ്ണുവിന് കൊണ്ട് കൊടുക്ക. അല്ല സത്യമേ, ഒരു പിന്നെയില്ല മുന്നേയില്ല, പറയുന്നതങ്ങ് കേട്ടാ മതി. ദേ, ഭർത്താവിന് ചായ കൊണ്ട് കൊടുക്കേണ്ടത് ഭാര്യ, അല്ലാതെ ജോലിക്കാരിയല്ല. ഈ പാതിരാത്രിയിൽ എന്താ ഇത്ര അത്യാവശ്യം? എന്റെ പൊന്നു മോളെ, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാ ഈ ലോകത്ത് ആർക്കും ആരെയും മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ലമ്മേ. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമായത്. പാതിരാത്രിക്ക് നിന്റെ തത്വം കേൾക്കാൻ എനിക്കൊരു താല്പര്യമില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ പറവേണേ. കറക്റ്റ്. കാര്യം എന്താന്ന് പറയണം. ഞാൻ അമ്മയോടല്ല, വിഷ്ണുവേട്ടൻ എന്നോട്. അതറിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്യാം കാര്യം എന്താണെന്ന്. മോളെ, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ടെൻഷൻ അടിച്ച് ഉറക്കം ഒളിച്ച് തലയ്ക്ക് സ്ഥിരതയില്ലാതായോ നിനക്ക്? ഇതുവരെ ആയില്ല, താമസിയാതെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ടേ വരൂ, അമ്മയുടെ മടിയിൽ ഒന്നും അറിയാതെ ഒരു കൊച്ചുകുട്ടിയെ പോലെ കിടന്നുറങ്ങാൻ. എടി, പക്ഷെ വണ്ടി വന്നു തോന്നുന്നു. മോൾ ഒറ്റയ്ക്ക് കിടക്കാം, അമ്മ അങ്ങോട്ട് ചെല്ല. എന്റെ കുഞ്ഞ് നെഞ്ചു കലങ്ങിയാണല്ലോ ഈശ്വരയിൽ പോകുന്നത്. കൂടെ ഉണ്ടാവണേ. പൊന്നി, ഇങ്ങ് വാ. ഇതാർക്കേ ചായ? വിഷ്ണു കുഞ്ഞിനാ. ആണോ? നിക്ക്, അത് നീ കൊടുക്കണ്ട. കാർത്തികേ, 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 എന്താ സത്യമേ? ഇങ്ങ് വാ. എന്താ സത്യമേ? പൊന്നി, ഇങ്ങ് കൊണ്ടുവാ. നീ ഇത് വിഷ്ണുവിന് കൊണ്ട് കൊടുക്ക. അല്ല സത്യമേ, ഒരു പിന്നെയില്ല മുന്നേയില്ല, പറയുന്നതങ്ങ് കേട്ടാ മതി. ദേ, ഭർത്താവിന് ചായ കൊണ്ട് കൊടുക്കേണ്ടത് ഭാര്യ, അല്ലാതെ ജോലിക്കാരിയല്ല. പണ്ടത്തെ ചൊല്ലു നീ കേട്ടിട്ടില്ലേ? ഭർത്താവിന്റെ ഇഷ്ടം നമ്മൾ പിടിച്ചു വാങ്ങുന്നത് വയറിലൂടെയാണെന്ന്. പക്ഷേ ഭാര്യമാർ അടുക്കള കിടന്ന് കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ, അതിഷ്ടത്തോടെ അവര് തന്നെ നേരിട്ട് കൊടുക്കുകയും വേണം. എന്നാലേ ആ ഇഷ്ടം പൂർണ്ണമായും കിട്ടൂ. എന്താ, മനസ്സിലായില്ലേ? ചെല്ല്. ഇനി മുതൽ നീയാണ് വിഷ്ണുവിന് ചായ കൊണ്ട് കൊടുക്കേണ്ടത്. ഭർത്താവിന്റെ ഇഷ്ടം പൂർണ്ണമായും കിട്ടിയിട്ടേ ഇത് അവസാനിപ്പിക്കാവൂ. ചെല്ല്. എന്താടി? ഏയ് ഒന്നുമില്ല. എന്നാ ചെല്ല്.
പോകാനുള്ള ഒരുക്കത്തിലാണല്ലോ. എന്തെങ്കിലും പറഞ്ഞ് കൂടെ പോവാൻ പറ്റുമെന്ന് നോക്കാം. പറടാ. ഓ ഞാനത് നിന്നോട് പറയാതിരിക്കായിരുന്നടാ. എടാ അതെന്താന്നറിയോ, ഞാൻ ആ പാർട്ടിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എടാ അവരൊരു പൊടിക്ക് അടുക്കുന്നില്ല. അമ്മേ, അമ്മ ഇതെവിടെ പോയി? അമ്മേ, എന്താ എന്താ മോളെ? മുത്തച്ഛൻ എപ്പോഴാ വന്നേ? ഇവിടെ നേരത്തെ കിടന്നിരുന്ന അമ്മയാണല്ലോ. അമ്മയോ? മോള് എന്തൊക്കെയായി പറയുന്നേ? മുത്തച്ഛൻ ഇന്നലെ രാത്രി വന്ന് കേറുമ്പോ മോൾ ഒറ്റയ്ക്ക് ഈ കട്ടിലിൽ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങായിരുന്നു. ഒരുപാട് യാത്ര ചെയ്ത് വന്ന മുത്തച്ഛനും കയറി അങ്ങ് കിടന്നു, അത്ര തന്നെ. അതല്ല, ഇന്നലെ രാത്രി എന്നോടൊപ്പം അമ്മയുണ്ടായിരുന്നു. മുത്തശ്ശന് സംശയം ഉണ്ടെങ്കിൽ ശാരദാമ്മയോട് ചോദിച്ചേ. എന്താ മുത്തശ്ശനും മോളും കൂടി കിടക്കപ്പായിൽ ഒരു തർക്കത്തിലാണല്ലോ. ശാരദാമ്മേ, ഇന്നലെ രാത്രി എന്നോടൊപ്പം അമ്മയല്ലേ കിടന്നിരുന്നേ? ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ ഉണ്ട് അമ്മയുടെ സ്ഥാനത്ത് മുത്തശ്ശൻ കിടക്കുന്നു. അത് പറഞ്ഞപ്പോ പറയാ അമ്മ വന്നിട്ടേ ഇല്ലെന്ന്. അമ്മയോ? ഇന്നലെ ശാരദാമ്മയല്ലേ മോളുടെ അടുത്ത് കിടന്ന് മോൾക്ക് പാട്ടൊക്കെ പാടി മോളെ ഉറക്കിയത്? അത് ശരി, അപ്പൊ അതാണ് കാര്യം. ഇനി ഞാനില്ലാത്ത തക്കത്തിന് വല്ല ഭൂതവും കയറി കൂടിയോന്നാ ഞാൻ സംശയിച്ചത്. ഭൂതവും പ്രേതവും ഒന്നും അല്ല. ഇന്നലെ ഞാനാ മോളോടൊപ്പം കിടന്നത്. രാത്രി വൈകി നിങ്ങൾ വന്നപ്പോ ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു. നിങ്ങൾ നേരെ വന്ന് മോളോടൊപ്പം കയറി കിടന്ന് ഉറങ്ങി, അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.